അമ്മ നൽകിയ മൊഴി പ്രകാരം കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമ്മയെ തന്നെ കൂടെ കൂട്ടി ആ മേഖലയിൽ മൂഴിക്കുളം ഭാഗത്ത് തെരച്ചിൽ നടത്തുകയാണ് പോലീസ്. അവിടെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോഴത്തെ തെരച്ചിൽ. നമുക്ക് ആ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ കാണാം. അമ്മയാണ് കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി അമ്മയോടൊപ്പം പോകുന്ന കുഞ്ഞിനെ കാണാം. നമുക്ക് കണ്ടത് ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ആ ഒരു സമയത്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ അതൊരു തെറ്റായ വാർത്തമായി മാത്രമായി മാറട്ടെ എന്നുകൂടി നമ്മൾ പറയുന്നത്. ശ്യാം തുടരുന്നുണ്ടെങ്കിൽ ശ്യാം, അപ്പം വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു ഈ മൂഴിക്കുളത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടത്തേക്കുള്ള യാത്രയിലാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ പോലീസും ഫയർഫോഴ്സും പിന്നെ ഈ പ്രാദേശികമായുള്ള നീന്തൽ വിദഗ്ധരൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ രാത്രി സമയത്ത് പെരിയാറിൽ പ്രത്യേകിച്ചും ആ മേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുക എത്രമാത്രം ദുഷ്കരമാണ്. ഒപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ അമ്മ ഇപ്പോഴും അവിടെ ഉണ്ടോ? ഈ അമ്മയുമായിട്ടാണ് ഈ തെരച്ചിലിനായി പോലീസ് എത്തിയത് എന്നൊക്കെ നേരത്തെ വിവരങ്ങൾ തന്നിരുന്നു. വിവരങ്ങൾ പ്രജിൻ, ഇപ്പോൾ ഈ മൂഴിക്കുളത്ത് കേന്ദ്രീകരിച്ചാണ് ഒരു പ്രധാനപ്പെട്ട തെരച്ചിൽ നടത്തുന്നത്. അത് ഈ അമ്മയുടെ മൊഴി വിശ്വസിച്ചുകൊണ്ട് അത്തരത്തിലൊരു തെരച്ചിൽ നടത്തുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ 5 പോലീസ് സ്റ്റേഷൻ പരിധികൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ കല്യാണിക്കായുള്ള തെരച്ചിൽ നടത്തിയെങ്കിൽ ഇപ്പോൾ അത് മൂഴിക്കുളത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. ഈ അമ്മയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ മൊഴിമാറ്റി പറഞ്ഞിരുന്നു. കുട്ടിയുമായി തിരുവാങ്കുളത്ത് എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം അവരെ കുറച്ചുകൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിലും CCTV ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും അതെല്ലാം കാണിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവർ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നൊരു മൊഴി പോലീസിന് നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴിയാണ്. അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ പോലീസ് ഈ പുഴയെ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അവിടെ ഫയർഫോഴ്സിന്റെ സഹായം, അങ്കമാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഷിബിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ പരിശോധന നടത്തുന്നത്. മൂഴിക്കുളത്ത് അങ്കമാലിയിൽ നിന്നുള്ള സ്കൂബ ടീമിനെയും എത്തിച്ചിട്ടുണ്ട്. അവിടെ ആ പ്രദേശത്താകെ അരിച്ചുപിറക്കിയ ഒരു പരിശോധന, പുഴയിൽ മാത്രമല്ല ഈ പാലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അടക്കം പരിശോധന നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും ഈ KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഉണ്ടായിരുന്ന ടീമുകളെ ആ പരിസരം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന ശക്തമാക്കാൻ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-ലധികം വരുന്ന പോലീസുകാരാണ് കല്യാണിക്ക് വേണ്ടി ഇപ്പോൾ തിരച്ചിലിനായി ഇറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ സിറ്റി മേഖലകളിലടക്കം പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തിരുവാങ്കുളം കിടക്കുന്നത് സിറ്റി മേഖല കേന്ദ്രീകരിച്ചാണ്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതുകൊണ്ട് ആ പരിസരത്ത് കൂടി ഒരു പഴുതും നൽകേണ്ടതില്ല എന്ന രീതിയിൽ അവിടെ കൂടി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ പ്രാധാന്യം ഇപ്പോഴും ഈ മൂഴിക്കുളത്ത് തന്നെയാണ്. അമ്മ പറഞ്ഞ മൊഴിക്ക് തന്നെയാണ്. പക്ഷേ ആ മൊഴി അങ്ങനെ ആകാതിരിക്കട്ടെ. നമുക്ക് മുൻപിൽ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു വലിയ സങ്കടം നിറഞ്ഞ വാർത്ത ഈ ആലുവ റൂറലുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതേപോലൊരു രാത്രിയാണ് അന്ന് ഒരു 5 വയസ്സുകാരിയെ കാണാതാവുകയും പിന്നീട് അത് നമ്മളെ എല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറിയത്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ.